ഹലോ ഗൈസ്, ഇന്നത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് താഴോട്ടൊരു വ്യൂ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റ് നമ്മുടെ 1.7% താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ അതുകൊണ്ട് വീണ്ടും താഴേക്ക് പോകാനുള്ളൊരു പ്രോബബിലിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു റിവേഴ്സൽ ട്രേഡാണ് നോക്കിയിരുന്നത്. അതായത് ഒരു CE ഓപ്പർച്യൂണിറ്റി മാത്രമേ നമ്മളിന്ന് ട്രേഡ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. നമ്മൾ ഇവിടെയൊക്കെ ചെറിയൊരു സ്കാൽപ്പിംഗ് മാത്രം നടത്തി. കാരണം എന്ന് വെച്ചാൽ ഈ യുദ്ധമൊന്നും അവസാനിക്കാത്തത് കൊണ്ട് ഒരു വലിയ CE ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മാർക്കറ്റിൽ കാണത്തില്ലെന്നും ചെറിയ സ്കാൽപ്പിംഗ് മാത്രം ആണ് നമ്മളിന്ന് ഉദ്ദേശിച്ചിരുന്നത്. സോ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ സ്കാൽപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു 20 പോയിന്റോളം മാത്രം നമ്മൾ ഇവിടെയൊക്കെ സ്കാൽപ്പ് ചെയ്ത് മാറി. പിന്നെ നമുക്ക് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നത് ദാ ഇവിടെയാണ്. ഈ 24,346 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു. സോ ആ ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് കുറച്ചു നേരം സസ്റ്റെയിൻ ചെയ്യുകയും ദാ ഇവിടെ ഒരു ഹാമർ കാണുകയും ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു. ഈ ഹാമർ എന്ന് വെച്ചാൽ വലിയൊരു ബുള്ളിഷ് സെറ്റപ്പ് ഒന്നും അല്ല. സോ എന്നാലും ഒരു റിസ്കി ട്രേഡ് എടുത്തുകൊണ്ട് 24,350 താഴെയായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിരുന്നു. 24,500 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. ഇതിനിടയിലായിട്ട് 24,450 കുറെ നേരം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയും നല്ലൊരു അപ്വേർഡ് ഇവിടെ ഒന്നും കാണിക്കാത്തതും കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒന്ന് കുറച്ച് കയറ്റി വെക്കുകയും ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്തു. അപ്പോഴും നമുക്ക് നല്ലൊരു പ്രീമിയം അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടം തൊട്ട് ഇവിടം വരെ ആണെങ്കിലും ഏകദേശം ഒരു 50 പോയിന്റിന്റെ പ്രീമിയം അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വിക്സ് നല്ല ഹൈ ആയിരുന്നു, 20 ആയിരുന്നു. സോ നമ്മുടെ സെയിം ഡയറക്ഷനിലേക്ക് പോയാൽ നമുക്ക് നല്ല പ്രീമിയം അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ ഒന്നും പിന്നീട് നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തിരുന്നില്ല. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ 2 പൊസിഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നു. അത് നമ്മുടെ പ്രത്യേക ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താണ് നമ്മൾ ചെയ്തിരുന്നത്. ഏകദേശം ഒരു 6,500 രൂപയുടെ റിസ്ക് എടുത്തുകൊണ്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു അത്. അതിൽ നമുക്കിന്ന് നല്ലൊരു പ്രോഫിറ്റ്, അതായത് ഒരു 100%ഓളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. സോ ആ സ്ട്രാറ്റജി അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ദിവസത്തെ വ്യൂയിലോട്ട്, ഒരു പ്രീ മാർക്കറ്റ് വ്യൂയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യത്തിൽ നമ്മുടെ അനാലിസിസിന് വലിയ പ്രാധാന്യമില്ല. സോ എന്നാലും നമ്മുടെ കുറച്ച് ലൈൻസ് മാത്രം ശ്രദ്ധിക്കാനായി നിങ്ങൾക്ക് ഒരിക്കലേക്ക് പറയാം. എൻ്റെ ഫസ്റ്റ് ലൈൻ ഞാൻ പറയുന്നത് 24,500 ആണ്. 24,500 അടുത്തായിട്ട് എപ്പോഴെങ്കിലും മാർക്കറ്റ് ക്യാൻഡിൽസ് എത്തുകയാണെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് ഒരു അപ്വേർഡ് കാണിക്കുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകാനും 24,650 വരെ പോകാൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഹൈ 24,600 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കണക്കാക്കാം. താഴോട്ടാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലോ 24,300 ഒരു സപ്പോർട്ടായിട്ട് കണക്കാക്കാം. പിന്നീട് നമുക്ക് പറയാനുള്ള ഒരു മെയിൻ ലൈൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ സപ്പോർട്ട് 24,000 ആണ്. ഒരു നല്ല ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നമ്മുടെ മെയിൻ സപ്പോർട്ട് 24,000 ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ടായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത് 23,800 ആണ്. ഇനി ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് പറയാനുള്ളത് 24,650 കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റന്റ് ആയിട്ട് പറയാനുള്ളത് 24,819. പിന്നീടുള്ളത് 24,950 എന്നാണ്. ഇവിടെയൊക്കെ പോകുമെന്നൊന്നും നമുക്കറിയില്ല, കാരണം ന്യൂസിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ലൈൻസിനടുത്തായിട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലൈൻസിൻ്റെ അവിടെ നിങ്ങൾക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കുക. ഉണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക. Thank you.